ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് വേവ്സിൻ്റെ പാർട്ട് 4 വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ വേവ് എന്താണെന്ന് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ്. ഇവിടെ ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫിക്സ് എ സ്പ്രിംഗ് വെർട്ടിക്കലി ഓൺ എ ടേബിൾ യൂസിങ് എ നെയിൽ. Tie one end of a string to the top of the spring and the other end to a 50-gram slotted weight. Pass the string through the pulley fixed at the end of the table as shown in the figure. ഈ പ്രവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് ആണി ഉപയോഗിച്ചിട്ട് ഒരു സ്പ്രിങ് മേശമേല് കുത്തനെ ഉറപ്പിക്കുക. അതിനുശേഷം ഒരു ചരടിൻ്റെ ഒരു അഗ്രം സ്പ്രിങ്ങിൻ്റെ മുകൾ ഭാഗത്തും രണ്ടാമത്തെ അഗ്രം 50 ഗ്രാം തൂക്ക് കട്ടിയുമായിട്ട് ഉറപ്പിക്കുകയാണ്. അതുപോലെ ചിത്രത്തിൽ കാണുന്നത് പോലെ മേശയുടെ അഗ്രത്ത് ഉറപ്പിച്ച ഒരു കപ്പിയിലൂടെ ചരട് കടത്തിയിടുക. അത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രവർത്തനം. പിന്നെ പറഞ്ഞിട്ടുള്ളതോ സ്പ്രിങ് തുടർച്ചയായി അമർത്തുകയും ഫ്രീ ആക്കുകയും ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് പ്രവർത്തനം പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രവർത്തനം കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫിഗർ എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അതായത് തന്നിരിക്കുന്ന സ്പ്രിങ്ങിനെ അമർത്തി വിട്ട് കഴിയുമ്പോൾ ആ ചരടിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. ഒരു വേവിൻ്റെ മോഡലാണ് പിന്നീട് ആ ചരടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉയർന്നു നിൽക്കുന്ന ഭാഗത്തിന് ക്രസ്റ്റ് എന്നും കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തിന് ട്രഫ് എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതൊന്ന് ആൻസർ ചെയ്യണമെങ്കിൽ ഞാനൊക്കെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടെ ഒരു ജനലിൻ്റെ കമ്പിയിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. ആ ചരടിൻ്റെ ഒരു ഭാഗത്ത് ഒരു റിബണും കെട്ടിയിട്ടുണ്ട്. അതാണ് ആ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത്. അതിനുശേഷം ആ കയറിൻ്റെ ഫ്രീ ആയിട്ടുള്ള എൻഡ് മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക. അപ്പോൾ ആ കയറ് ചലിക്കുന്നത് ഒരു വേവിൻ്റെ രൂപത്തിലായിരിക്കും. ആദ്യത്തെ പിക്ചറിൽ ആ ഒരു ചരടുമേയുള്ള റിബൺ താഴത്തെ ഭാഗത്താണ് വന്നിരിക്കുന്നത് അല്ലേ. രണ്ടാമത്തെ പിക്ചറിലേക്ക് വന്നപ്പോഴും അത് മുകൾ ഭാഗത്താണ് വന്നിരിക്കുന്നത്. അതായത് ഈ കയറ് ചലിപ്പിക്കുന്നതിനനുസരിച്ചിട്ട് ആ റിബൺ മുകളിലേക്ക് പോകും, പിന്നെ താഴത്തേക്ക് വരും. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് ഇതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ റിബണിന് വേറെ സ്ഥാനമാറ്റമൊന്നും ഉണ്ടാവണില്ല. അത് എവിടെയാണോ കെട്ടിയിരിക്കുന്നത് ആ ഭാഗത്തു നിന്നും അതിന് സ്ഥാനമാറ്റമൊന്നും ഉണ്ടാവാതെ അത് മുകളിലേക്കും താഴേക്കും മാത്രമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചരടിൽ ഉണ്ടാകുന്ന വേവിൻ്റെ സഞ്ചാര ദിശയ്ക്ക് അത് ഏത് ഡയറക്ഷനിലാണോ സഞ്ചരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് റിബൺ അവിടെ വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇവിടെ ഒരു ജലത്തിൻ്റെ ഉപരിതലത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ഒരു വേവാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിലുള്ള പാർട്ടിക്കിൾസ് ഈ ഒരു വേവിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സഞ്ചരിക്കുന്നത് അല്ലേ. അതായത് ആ വേവിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ ആരോ മാർക്ക് താഴത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ വേവിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ആരോ മാർക്ക് മുകളിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. അതായത് ആ വേവ് എങ്ങനെയാണോ ചലിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. What is the direction of motion of the particles in the string with respect to the equilibrium position? അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വേവ് എന്ന് പറയുന്നതും നമുക്ക് നേരത്തെ ആ ചരടിലുണ്ടായ വേവ് പോലെ തന്നെയാണ് അല്ലേ. ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇക്വിലിബ്രിയം പൊസിഷനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രിങ്ങിലെ പാർട്ടിക്കിൾസിൻ്റെ മോഷൻ ഏത് ഡയറക്ഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഡയറക്ഷനിലായിരിക്കും? പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. Next, does each point on the string move parallel or perpendicular to the direction of propagation of the wave formed in the string? അതായത് ആ ഒരു സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന വേവ് നീങ്ങുന്ന ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ ആ ചരടിലുള്ള ഓരോ പോയിന്റുകളും ചലിക്കുന്നത് എന്ന്. എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയായിരിക്കും അല്ലേ. Do the particles on the string undergo resultant translatory motion other than moving vertically up and down from their equilibrium position? അതായത് ആ ഒരു സ്ട്രിങ്ങിലുള്ള പോയിന്റുകൾ അവയുടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലേക്കും താഴേക്കും ചലിക്കുക മാത്രമാണ് ചെയ്യുന്നത് അല്ലേ. അത് അവിടെ നിന്നും വേറൊരു പോയിന്റിലേക്ക് മാറോ ഒന്നും ചെയ്യണില്ല. അത് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിന്നുകൊണ്ട് മുകളിലേക്കും താഴേക്കും ചലിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇതിൽ നിന്നും നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഡെഫിനേഷനിലേക്ക് വരാം. അതായത് when the particles of the medium vibrate perpendicular to the direction of propagation of the wave they are called transverse wave. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഒരു മീഡിയത്തിലുള്ള പാർട്ടിക്കിൾസ് ആ വേവിൻ്റെ ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള വേവുകളെ പറയുന്നതാണ് എന്ത്? ട്രാൻസ്വേഴ്സ് വേവ്. Observe the transverse wave shown in figure 1.10b. In transverse waves, the elevated portion from the equilibrium position are called crest. അപ്പോൾ
110b എന്ന് പറയുന്ന ഈ ഒരു പിക്ചറിലെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെ പറയുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തെ പറയുന്നതാണ് ട്രഫ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ അല്ലേ? Place a slingy on a table, stretch both ends of it. Hold one end of the slingy and oscillate it as shown in figure 1.10c. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ലിംഗിയെ മേശപ്പുറത്ത് വച്ചതിന് ശേഷം അതിൻ്റെ 2 എൻഡുകളും വലിച്ചു പിടിക്കുക. അതിനുശേഷം സ്ലിംഗിയുടെ ഒരു അഗ്രത്തിൽ പിടിച്ചിട്ട് സ്ലിംഗിയെ ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുകയാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത് പോലെ. ഞാനപ്പോൾ അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുന്നത്. ഇവിടെ വേവ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിന് പാരലായിട്ടാണ് പാർട്ടിക്കിൾസ് സഞ്ചരിക്കുന്നത് അല്ലേ. ഇനി ട്രാൻസ്വേഴ്സ് വേവിൽ വേവ് എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അതിലുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യണത്. അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് വേവ് കേട്ടോ. ആർ ദ കോയിൽസ് മൂവിങ് പാരലൽ ഓർ പെർപെൻഡിക്കുലർ ടു ദ വേവ് ഫോം ക്രിയേറ്റഡ് ഓൺ ദ സ്ലിംഗി. ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ സ്ലിംഗിയിൽ വേവ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു വേവിന് പാരലായിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ കോയിലുകൾ ചലിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചലിക്കുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചലിക്കുന്നത് അല്ലേ. വാട്ട് ടൈപ്പ് ഓഫ് വേവ് ഫോം ഈസ് ഫോംഡ് ഇൻ ദ സ്ലിംഗി. സ്ലിംഗിയിൽ ഏത് തരത്തിലുള്ള വേവ് ഫോമാണ് ഫോം ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് തരത്തിലുള്ളതാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ് അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിന് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Some of the characteristics related to transverse waves and longitudinal waves are given below. Classify them and complete the table. അപ്പോൾ ഇവിടെ ട്രാൻസ്വേഴ്സ് വേവുമായിട്ടും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂണൽ വേവുമായിട്ടും റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രത്യേകതകൾ ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്. അതിനെ തരം തിരിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. Particles in the medium vibrate perpendicular to the direction of propagation of the wave. ഇത് ഏത് വേവിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്? ട്രാൻസ്വേഴ്സ് വേവിൻ്റെയാണ് അല്ലേ. അടുത്ത പോയിന്റ് നോക്കാം. കംപ്രഷൻസ് ആൻഡ് റയർ ഫാക്ഷൻസ് ആർ ഫോംഡ്. അത് ഏതിലുണ്ടാവുന്നത്? ലോഞ്ചിറ്റ്യൂണൽ വേവിലാണ് ഉണ്ടാവുന്നത് അല്ലേ. അതുപോലെ തന്നെ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. അത് വരുന്നത് ലോഞ്ചിറ്റ്യൂണൽ വേവിലാണ്. അടുത്ത പോയിന്റ് ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആർ ഫോംഡ്. ക്രസ്റ്റും ട്രഫും ഉണ്ടാവുന്നത് ട്രാൻസ്വേഴ്സ് വേവിലാണ്. അടുത്തത് പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം വൈബ്രേറ്റ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദി വേവ്. അത് ലോഞ്ചിറ്റ്യൂണൽ വേവ് ആണ്. നോ പ്രഷർ വേരിയേഷൻസ് ഒക്കർ ഇൻ ദ മീഡിയം. അത് വരുന്നത് ട്രാൻസ്വേഴ്സിലാണ്. തന്നിരിക്കുന്ന പോയിന്റ്സിനെ ലോഞ്ചിറ്റ്യൂണൽ വേവ്സിലും ട്രാൻസ്വേഴ്സ് വേവ്സിലും എഴുതിയിട്ടുണ്ട്. ഈ ഒരു ടേബിൾ എന്തായാലും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. വേവ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത്, സ്പീഡ് ഓഫ് വേവ്. ഈ പറയുന്നത് എല്ലാതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാതും അറിഞ്ഞിരിക്കണം, ഒന്നും മാറിപ്പോകരുത് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് അങ്ങനെ പറഞ്ഞത്, മാറിപ്പോകരുതെന്ന്, ഇതെല്ലാം വേറെ വേറെ ടൈമുകളല്ലേ എന്ന്. പക്ഷേ കാര്യം മനസ്സിലാക്കി വരുമ്പോൾ അറിയാം മാറിപ്പോവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം ആംപ്ലിറ്റ്യൂഡ്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ വേവ് ഈസ് ഡെപിക്റ്റഡ്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് ചിത്രത്തിൽ തന്നിരിക്കുന്നത് ഒരു വേവിലെ ഒരു പാർട്ടിക്കിൾസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഇൻ ദ ഫിഗർ വിച്ച് ആർ ദ പോയിൻറ്റ്സ് വിത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദി വേവ്. അതായത് ഈ ഒരു ചിത്രത്തിൽ ആ വേവിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്, ABCDE വരെ തന്നിട്ടുണ്ട് അല്ലേ. തന്നിരിക്കുന്ന ഗ്രാഫിൽ റെഡിങ് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്നും ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന പോയിന്റ് ഏതൊക്കെയാണ്? A, അതുപോലെ തന്നെ C, അതുപോലെ E. ഈ 3 പോയിൻ്റാണ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും Aയും Eയും മാത്രമല്ലേ വരുള്ളൂ, C എങ്ങനെയാണ് വരുന്നതെന്ന്. C എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രഫിൽ വരുന്ന മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ACE. വാട്ട് ഈസ് ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഈ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് അല്ലേ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഒരു പാർട്ടിക്കിളിനുണ്ടാകുന്ന ഏറ്റവും കൂടിയ ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത് സ്മോൾ ലെറ്റർ A കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ആംപ്ലിറ്റ്യൂഡ് മനസ്സിലാവില്ല. അതായത് സ്മോൾ ലെറ്റർ എ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ സ്മോൾ ലെറ്റർ എ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എത്ര ഹൈറ്റിലാണ്? 2 എന്ന് പറയുന്ന ഹൈറ്റിലാണ് അല്ലേ? പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് 0, 1, 2 എന്ന് പറഞ്ഞാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ സ്മോൾ ലെറ്റർ എ വരുന്ന ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. അത് തന്നെയാണ് ആ ഒരു വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് പീരീഡ്. In figure 1.11, what is the time taken by the particle in the medium to complete one vibration? One vibration എന്ന് പറയാം, അല്ലെങ്കിൽ one cycle എന്നും പറയാം കേട്ടോ. അപ്പോൾ സൈക്കിൾ എന്താണെന്ന് ഇവിടെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. എ സൈക്കിൾ ഈസ് വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ വേവ് മോഷൻ. അതായത് വേവ് മോഷനിൽ ഒരു പാർട്ടിക്കിൾ ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ പൂർത്തിയാക്കുന്നതിനെ പറയുന്നതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഒരു വൺ വൈബ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് ഒന്ന് നോക്കാം. ഈ ഗ്രാഫിൽ എക്സ് ആക്സിസിൽ ടൈമാണ് കൊടുത്തിരിക്കുന്നത്, വൈ ആക്സിസിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു. അപ്പോൾ ഒരു വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് ഒരു വൈബ്രേഷൻ അവസാനിക്കുന്നത് അല്ലേ? ഇവിടെ വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ 0.5 സെക്കൻഡാണ് എത്തുന്നത് അല്ലേ? പിന്നെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ വരുമ്പോൾ 1 സെക്കൻഡ്. അപ്പോൾ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 സെക്കൻഡാണ് എടുക്കുന്നത്. താഴെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദ ഫിഗർ? ഈ ഫിഗറിലുള്ള ആ ഒരു വേവിൻ്റെ പീരീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പീരീഡ് എത്രയാണ് വരുന്നത്? 0 to D വരെ വരുന്നത് 1 സെക്കൻഡ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. പീരീഡിൻ്റെ ഡെഫിനേഷൻ ചോദിക്കാൻ വേണ്ടി പറയണം. ഇറ്റ് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾസ് ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് വൺ വൈബ്രേഷൻ. ഇനി അടുത്ത് ഫ്രീക്വൻസി നോക്കാം. ദ ഫ്രീക്വൻസി ഓഫ് എ വേവ് ഈസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ദാറ്റ് പാസ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ? ഒരു പോയിന്റിലൂടെ ഒരു സെക്കൻഡിൽ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണത്തെയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. If the wave shown in figure 1.11 takes 1 second to travel from O to D, find the frequency of the wave. അപ്പോൾ ചിത്രത്തിൽ 1 എന്ന് പറയുന്ന ചിത്രത്തിൽ ആ ഒരു വേവ് ഓയിൽ നിന്നും ഡിയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നുവെങ്കിൽ ആ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വീണ്ടും ഗ്രാഫിലേക്ക് പോവാം. ഒരു വേവ് ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നത് ഓയിൽ നിന്ന് ആരംഭിച്ച് ഡിയിലെത്തുമ്പോഴാണ്. അവിടെ വരെ എത്താൻ വേണ്ടിയിട്ട് 1 സെക്കൻഡ് എടുക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ 1 സെക്കൻഡിനുള്ളിൽ എത്ര സൈക്കിൾ ഉണ്ടാവുന്നുണ്ട്? അതിൻ്റെ ഉള്ളിൽ 1 ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1 സെക്കൻഡിൽ ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന സൈക്കിളുകളുടെ എണ്ണം എത്രയാണോ അതായിരിക്കും ആ ഒരു വേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ ഒറ്റ സൈക്കിളേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് 1 ഹെഡ്സ് ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഹെഡ്സ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. നെക്സ്റ്റ് ആണ് വേവ് ലെങ്ത്. ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ എ വേവ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ 1.13a. ഒരു വേവിലുള്ള പാർട്ടിക്കിൾസിന്റെ ഒരു പ്രത്യേക സമയത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഈ തന്നിരിക്കുന്ന ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത്. വേവ് ലെങ്ത് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരേപോലെ വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥയിലുള്ള അടുത്തടുത്ത 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലത്തെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ഗ്രാഫിൽ എ ഇ എന്ന് പറയുന്ന 2 പോയിന്റുകൾ തമ്മിലുള്ള അകലത്തെ നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. അത് ക്രസ്റ്റിൽ വരുന്ന 2 പോയിന്റുകളാണ് അല്ലേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള അടുത്തടുത്ത 2 പോയിന്റുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് പി ക്യൂ എന്ന് പറയുന്ന 2 പോയിന്റുകളും എടുക്കാം. അതായത് ഒരു വേവ് അതിൻ്റെ ആ ഒരു ലെങ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണോ സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിൽ വരുന്നത് അങ്ങനെയുള്ള ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ബി ടു ഡി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു പക്ഷേ അത് വേവ് ലെങ്ത് ആയിട്ട് എടുക്കാൻ പറ്റില്ലേന്ന്. പക്ഷേ ആ ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ നിന്ന്, ആ ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് എഫിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിയും എഫും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ബി ടു ഡി വരുമ്പോൾ വേവിൻ്റെ ഹാഫേ വരുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ആറും എസ് ആണ്. അത് എവിടെയാണ് വരുന്നത്? ട്രഫിൽ വരുന്ന പോയിന്റ്സ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേവ് ലെങ്ത് മനസ്സിലായിട്ടുണ്ടാവും. It is the distance travelled by the wave during the time taken by each particle in the medium to complete one vibration. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു വേവ് ലെങ്ത് എന്ന് പറയുന്നത് ഒരു വേവ് സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തിനും അതേപോലെ തന്നെ ഒരു പാർട്ടിക്കിൾ ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തിനും തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The distance between 2 consecutive crusts or 2 consecutive troughs
ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ നമ്മളിവിടെ ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് ആണ് പറയുന്നത്. അതായത് രണ്ട് കോൺസിക്യൂട്ടീവ് ക്രസ്റ്റുകളും, അതായത് അടുത്തടുത്ത രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ദൂരവും അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് ട്രഫുകൾ തമ്മിലുള്ള ദൂരവും, അതായത് അടുത്തടുത്ത രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ദൂരവും നമുക്ക് വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം, ട്രാൻസ്വേഴ്സ് വേവിൻ്റെ വേവ് ലെങ്ത് ആയിട്ട് എടുക്കാം. The Greek letter lambda is used to denote wavelength. The unit of wavelength is meter. അപ്പോൾ ലാംഡ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് വേവ് ലെങ്ത് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ ഫിഗർ 1.13a വിച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് ദ പാർട്ടിക്കിൾ എ. അപ്പോൾ 1.13a എന്ന് പറയുന്ന ആ ഒരു പിക്ചറിൽ എ എന്ന പാർട്ടിക്കിളുമായിട്ട് സെയിം ഫേസ് ഓഫ് വൈബ്രേഷനിലുള്ള മറ്റു പാർട്ടിക്കിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? സിയും ഇയും ആണ് ഇവിടെ വരുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തത് ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ പി യുമായിട്ട് വരുന്നത് ഏതാ? ക്യൂ ആണ് വരുന്നത്. അതേപോലെ ബി യുമായിട്ട് വരുന്നത് ഏതാ? എഫ് ആണ് ബി യുമായിട്ട് വരുന്നത്. ഫിഗർ 1.13b വിച്ച് റെപ്രസെൻറ്റ്സ് ദ വേവ് ലെങ്ത്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് CR, അതുപോലെ തന്നെ RR. ഇവിടെ തന്നിരിക്കുന്നത് ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് പ്രഷർ കൂടിയതും അതുപോലെ തന്നെ കുറഞ്ഞതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള വേവ് ലെങ്ത് എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് കംപ്രഷൻസോ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് റയർ ഫ്രാക്ഷനോ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം? സിയും സിയും എടുക്കാം അല്ലേ. അതേപോലെ തന്നെ ആറും എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രാക്കറ്റിൽ സിയും സി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആറും അടയാളപ്പെടുത്താം കേട്ടോ. ഹിയർ CR റെപ്രസെൻസ്. ഇവിടെ CR റെപ്രസെൻസ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് λ/2 λ/4 ആണ് തന്നിരിക്കുന്നത്. ഇവിടെ സിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലാംഡ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ആറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ലാംഡ തന്നിരിക്കുന്നത്. ഇവിടെ CR എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിൻ്റെ പകുതിയാണ് വരുന്നത് അല്ലേ. അതായത് λ/2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് or two consecutive rarefactions is considered as the wavelength of a longitudinal wave. അപ്പോൾ ഒരു ലോഞ്ചിറ്റ്യൂണൽ വേവിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് രണ്ട് കോൺസിക്യൂട്ടീവ് കംപ്രഷൻസോ അല്ലെങ്കിൽ രണ്ട് കോൺസിക്യൂട്ടീവ് റയർഫാക്ഷൻസോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് പറയുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് സ്പീഡ് ഓഫ് എ വേവ്. സ്പീഡ് ഓഫ് എ വേവ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് in 1 second. The unit of speed of a wave is meter per second. അതായത് ഒരു സെക്കൻഡ് കൊണ്ട് ഒരു വേവ് സഞ്ചരിക്കുന്ന ആ ഒരു ദൂരത്തെയാണ് പറയുന്നത് സ്പീഡ് ഓഫ് വേവ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി നമുക്കിവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചെയ്യാം. If a wave travels 700 meter in 2 seconds, what is the speed of the wave? അപ്പോൾ ഇവിടെ ഒരു വേവിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. ഇവിടെ ഡിസ്റ്റൻസ് ട്രാവൽ തന്നിട്ടുണ്ട് 700 മീറ്ററും അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. സ്പീഡ് ഓഫ് വേവ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 700 ആണ്, ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 350 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ ആൻസർ വേണ്ടത്. ഇതിപ്പോൾ എല്ലാം കൂടി കേട്ടപ്പോൾ ഒരു പുകമയായിട്ടുണ്ടാവും അല്ലേ. സാരമില്ല, നിങ്ങൾ ശരിക്കും ഇരുന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ട് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോട്ട് എടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.